the sum of all odd numbers of 2 digit is. എങ്ങനെയാണ് ചെയ്യാം? അതായത് സം 2 ഡിജിറ്റ് ആവുമ്പോൾ നമുക്ക് 10 തൊട്ടാണ് തുടങ്ങണേ, പക്ഷെ ഓഡ് നമ്പേഴ്സ് ആണ്. അപ്പൊ 11 തൊട്ട് ഏത് വരെ ഉണ്ടാവും? 11, 13, അങ്ങനെ ഏത് വരെ ഉണ്ടാവും? 99 വരെ ഉണ്ടാവും അല്ലേ? അപ്പോഴാണ് നമുക്ക് 2 ഡിജിറ്റ് ആവണത്. 100 ആയ 2 ഡിജിറ്റ് അല്ല, അപ്പൊ 99 വരെ വരുള്ളൂ. അപ്പൊ നമുക്ക് ഇതിന്ന് എ എന്ന് പറയണത് എന്താണ്? ആദ്യത്തെ ടേം അത് 11 ആണ്. ഇതൊരു എ പി ആണ്, കാരണം 2 ആണ് ഡിഫറൻസ് അല്ലേ? അപ്പൊ നമുക്ക് എ പി ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ എ ഈക്വൽ ടു 11 ആണെന്ന് പറഞ്ഞു. ഇനി ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? nth ടേം, അതായത് ടി എൻ എന്ന് പറയുന്നത് ഏതാന്ന് തന്നിട്ടുണ്ട്? 99 ആണെന്ന് തന്നിട്ടുണ്ട്. അതെ, അത് എത്രാമത്തെ ആണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും, കാരണം ടി എൻ ഈക്വൽ ടു 99 എന്ന് പറഞ്ഞാൽ എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. ഡി എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? കോമൺ ഡിഫറൻസ്, അതായത് 2 ആണ്. അപ്പോൾ എൻ മൈനസ് 1 ഇൻറ്റു 2 ഈക്വൽ ടു 99. അതായത് ഈ എക്ക് ഇവിടെ നമ്മൾ 11 എന്ന് കൊടുക്കാം അല്ലേ? അപ്പൊ 2 ഇൻറ്റു എൻ മൈനസ് 1 എന്ന് പറയുന്നത് എത്രയാവും? 99 മൈനസ് 11, അതായത് 88. അപ്പൊ എൻ മൈനസ് 1 എന്ന് പറയുന്നത് എത്ര വരും? 88 ഡിവൈഡഡ് ബൈ 2, അതായത് 49, 44 അല്ലെ? 49 അല്ല, 44. അപ്പൊ n ഈക്വൽ ടു എന്ത് വരും? 44 പ്ലസ് 1, അതായത് 45 അല്ലെ? n 45 ആവുമ്പോ ഇനി സം ഓഫ് 45 ടേംസ് നമുക്ക് കണ്ടുപിടിച്ചൂടെ? എസ് 45 ഈക്വൽ ടു 45 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2a എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഇൻറ്റു 11 പ്ലസ് n മൈനസ് 1 എന്ന് പറഞ്ഞാൽ 45 മൈനസ് 1, 44 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ് അല്ലെ? അപ്പൊ നമുക്ക് എന്താ എഴുതാം? 45 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 22 പ്ലസ് 44 ഇൻറ്റു 2, 88 അതല്ലേ? 88ഉം 22ഉം കൂടി കൂട്ടിയാൽ എത്രയാവും? 110 അല്ലേ? അപ്പോൾ 45 ഇൻറ്റു 45 ബൈ 2 ഇൻറ്റു 110. ആദ്യം നമുക്ക് 45 ഇൻറ്റു 11 ചെയ്യാം. അതെങ്ങനെ ചെയ്യാം? 4 എഴുതുക, 5 എഴുതുക, ഇത് രണ്ടും കൂടി കൂട്ടുക, അപ്പൊ 9, 4590 ആണ് വരിക. ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ എത്ര വരും? 2 അല്ലെ? 4ൽ 2, 9ൽ എത്ര? 4 2s are 8, പിന്നെ 15, 7 2s are 14, 10ൽ 5 2s are 10. അപ്പോൾ 2475 എന്നുള്ളതാണ് ആൻസർ. താങ്ക് യു.